സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട പെരുന്നാട്ടെ ജിതിൻ കൊലക്കേസും തൃശൂർ പോട്ടയിലെ ബാങ്ക് കൊള്ളയും ഉൾപ്പെടെയുള്ള കേസുകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലക്കേസിലേക്കാണ്. ജിതിൻ വധക്കേസിൽ മുഖ്യപ്രതി വിഷ്ണു പിടിയിലായിരിക്കുന്നു. നൂറിനാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൂട്ടുപ്രതികളും പിടിയിലായെന്നാണ് സൂചന. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് BJP RSS പ്രവർത്തകരെന്ന് CPM ആരോപിക്കുന്നു. പെരുന്നാട് മടത്തമ്പുഴയിൽ ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. സംഘർഷം തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന സംഘർഷത്തിലാണ് ജിതിൻ കൊല ചെയ്യപ്പെട്ടത്. അതേസമയം CPM ആരോപണം തള്ളി BJP രംഗത്തെത്തി. പ്രതികൾ RSS BJP ബന്ധമുള്ളവരല്ലെന്നാണ് BJP ജില്ലാ പ്രസിഡന്റിന്റെ വിശദീകരണം. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMലെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. ജിതിൻ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജിതിന്റെ കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. ജിതിനെ കൊലപ്പെടുത്തിയത് BJP RSS പ്രവർത്തകരെന്ന് CPM ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് BJP. യഥാർത്ഥത്തിൽ ജിതിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? ഈ കേസിൽ ഇപ്പോൾ എത്ര പ്രതികളാണ് പോലീസിന് പിടിയിലായിരിക്കുന്നത്? ഇന്നലെ രാത്രി 10:30 ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. റാന്നി പെരുന്നാട് വെച്ചാണ് ഈ ജിതിനെ പ്രതികളായ വിഷ്ണു അടക്കമുള്ള സംഘം കുത്തിക്കൊലപ്പെടുന്നത്. എന്തായാലും രാത്രി 10:30 തന്നെ ജിതിനും ഇതിന്റെ സുഹൃത്തായ അനന്തുവിനെ മർദ്ദിക്കുന്നറിഞ്ഞാണ് ഈ സ്ഥലത്തെത്തിയത്. അതിനുശേഷം ആണ് തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിനിടയിലാണ് വിഷ്ണു, ഈ പ്രധാന കേസിലെ പ്രധാന പ്രതിയായ വിഷ്ണു ഇതിനെ വടിവാൾ കൊണ്ട് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുക. ആ സംഭവ സ്ഥലത്ത് തന്നെ ഈ ജിതിൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷം മൃതദേഹം പത്രത്തിലെത്തിക്കുകയും ഇതിന്റെ കൂടെയുള്ള 2 പേർക്ക് കൂടി ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായ ഒരു കൊലപാതകം എന്നാണ് CPM ഉന്നയിക്കുന്നത്. കാരണം ജിതിൻ CITയുടെയും DYFIയുടെയും പ്രവർത്തകനാണ്. ഈ മർദ്ദനമേറ്റ അനന്തു അടക്കമുള്ള ആളുകളും DYFI പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും BJP RSSന്റെ നേതൃത്വത്തിലുള്ള പ്രതികളാണ് ഇത്തരത്തിൽ ഇവരെ കരുതിക്കൂട്ടി കൊല ചെയ്തു എന്നുള്ളതാണ് ആരോപണമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാരണം പ്രതികളായ 8 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 8 പേരും RSSന്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകരാണെന്നുള്ളതാണ് CPM മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ കേസ് പൂർണ്ണമായും ഇത്തരം ഒരു ആരോപണം BJPയുടെ ജില്ലാ പ്രസിഡന്റ് പൂർണ്ണമായും ജില്ലാ നേതൃത്വം തള്ളിക്കളയാണ്. കാരണം ഇവരാരും BJP പ്രവർത്തകരല്ല, RSS പ്രവർത്തകരല്ല. CPM മനഃപൂർവ്വം ഇത്തരം ഒരു കൊലപാതകം BJPയുടെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയമായുള്ളൊരു വാദപ്രതിവാദങ്ങൾ ഈ കൊലപാതകമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിലവിലത്തെ സാഹചര്യം പറയാൻ കഴിയുക. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ 2 പേർ ഇപ്പോഴും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇപ്പോൾ ഈ നമുക്കറിയുന്ന ഒരു വിവരം, ഈ കേസിലെ പ്രധാനമായും ഇതിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി വിഷ്ണുവിനെയും ഒപ്പം ബാക്കിയുള്ള പ്രതികളെയും ഒക്കെ നൂറിനാട് വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് കസ്റ്റഡിയെടുത്തു, അതിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേസിൽ 8 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്ത് അഖിൽ, ശരൺ, ആരോമൽ എന്നിവരാണ് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത്. ബാക്കിയുള്ള പ്രധാന പ്രതിയായ വിഷ്ണു, നിഖിലേഷ്, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളതെന്നാണ്
നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഈ കേസിൽ 8 പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിലെ രാഷ്ട്രീയ മാനങ്ങളാണ് ഇപ്പോൾ CPM പറയുന്നത് കരുതിക്കൂട്ടി. കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടായ സമയത്ത് രാത്രിയിൽ ഈ അനന്തു എന്ന് പറയുന്ന ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ രാത്രി വിഷ്ണുവും വിജയ് പ്രവർത്തകരായ വിഷ്ണുവും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുമ്പോൾ അത് തടസ്സം പിടിക്കാനെത്തിയാണ് ജിതിൻ. ആ സമയത്ത് കാറിൽ നിന്നാണ് വടിവാള് എടുത്ത് ഈ വിഷ്ണു എന്ന് പറയുന്ന പ്രധാന പ്രതി ഇതിനെ കുത്തുകയും അടിക്കുകയും കത്തി ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ കാറിൽ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്ന നിലയ്ക്കാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു കൊലപാതകത്തെ തങ്ങൾ അത്തരത്തിൽ പറയില്ലായിരുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി കൂടി ഇപ്പോൾ. തീർച്ചയായും ശശിനാരായണൻ, അങ്ങനെയെങ്കിൽ ഇതാണ് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ ഇതിന് അനുമാനിക്കാം. കാരണം അതിന്റെ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാൽ അങ്ങനെയെങ്കിൽ അത് ആരെ കൊലപ്പെടുത്താൻ, അനന്തുവിനെ കൊലപ്പെടുത്താൻ എത്തിയതാണോ ജിതിനെ കൊലപ്പെടുത്താൻ എത്തിയതാണോ? ടോം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അനന്തുവിനുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അനന്തുവുമായി വാക്കുതർക്കം ഉണ്ടായപ്പോൾ ഈ പ്രശ്നം അറിഞ്ഞിട്ടാണ് ഈ ജിതിനടക്കം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്യാം അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് രാത്രി എത്തുന്നത്. ആ എത്തുന്ന സമയത്താണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിതിനെ ഈ പ്രധാന പ്രതിയായ ഈ കേസിലെ പ്രധാന പ്രതി വിഷ്ണു വടിവാള് കൊണ്ട് കുത്തുകയും അതുപോലെ തന്നെ വെട്ടിപ്പരിക്കേൽക്കുകയും ചെയ്തു. 3-4 മുറിവുകളോളം ഈ ജിതിന്റെ ദേഹത്തുണ്ട്. ആഴത്തിലേറിയ മുറിവുകളാണ്. അതാണ് മരണകാരണമെന്നാണ് നമുക്ക് നിലവിലത്തിലെ പോലീസിന്റെ ഒരു നിഗമനം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇതൊരു കരുതിക്കൂട്ടിക്കാണ്. വാഹനത്തിൽ ഇത്തരത്തിൽ കത്തി കൊണ്ടുവരിക, വടിവാൾ ഉപയോഗിക്കുക, അത് കരുതിക്കൂട്ടി തന്നെ ഒരു കൊലപാതകത്തിന് വേണ്ടി കൊലപാതകം ചെയ്യാനാണ്, കരുതിക്കുട്ടി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് CPM ഇത് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ആരോപണം അത് തന്നെയാണ്. അതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ BJP ആളുകളൊക്കെ CPM എത്തിയിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു വൈരാഗ്യങ്ങൾ സ്വാഭാവികമായും ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും വഴക്കങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറെ കാലങ്ങളായി പെരുന്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ലഭ്യതയിൽ പരസ്പരം പരിഹരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു കാര്യം നിലനിൽക്കുന്ന കാര്യത്തിലാണ് ഈ പ്രതികൾ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തിലേക്ക് CPM ഉറച്ചു നിൽക്കുന്നത്. അതേസമയം BJP സംബന്ധിച്ച് പറയുന്നത് ഈ പറയുന്ന പ്രതിപട്ടികളുള്ള ആളുകൾ ആരും തന്നെ BJP പ്രവർത്തകരല്ല. അവർ തങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ്. അതിൽ 2 പേരോളം DYFI പ്രവർത്തകരാണ്, മുൻകാലങ്ങളിൽ DYFI പ്രവർത്തിച്ചിരുന്നവരാണ്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി ഈ കാര്യത്തിൽ ഒരു മാനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കിത്. തീർച്ചയായും ശശിനാരായണൻ, BJP നേതാക്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രതികൾക്ക് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ എന്ന് പറയപ്പെടുന്ന ആ 8 പ്രതികൾക്കും BJPയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? BJPയുമായി മുൻപ് അടുപ്പം പുലർത്തിയിരുന്ന ആളുകളാണോ, അതുപോലെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ? ഈ അനന്തുവിനെയും ജിതിനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് കൊട്ടേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നോ ഈ ഒരു ആക്രമണവും കൊലപാതകവും ഒക്കെ ഉണ്ടായത്? അതുകൊണ്ട് ആ തരത്തിലൊക്കെ CPM ജില്ലാ നേതൃത്വവും പാർട്ടി CHUക്കാരും ഒക്കെ ഇത് പറയുന്നുണ്ട്. കാരണം ആ പ്രദേശത്ത് നിരന്തരം സംഘർഷം ഈ CPIയും CHU ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ തമ്മിലൊക്കെ ഈ BJPയുമായിട്ടൊക്കെ പല തവണകളും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിന്നു. അതിനൊരു ഭാഗം നിലയ്ക്ക് തന്നെയാണ് ഈ കൊലപാതകത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വാഹനത്തിനകത്ത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതക നിലയ്ക്കാണ്. വാഹനത്തിൽ കത്തി കൊണ്ടുവരുന്നു, അത് അനന്തപുരം തടയാനത്തോ പ്ലാൻ ചെയ്ത് ഇതിനെ കൊലപ്പെടുത്തുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. അത് രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പെരുന്നാട്ടിലെ ഈ CPMന്റെ പ്രവർത്തകരും CHU പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ തന്നെ ഇത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിലാണ് BJP നേതൃത്വമുള്ളത്. 8 പ്രതികളും BJPയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെന്നാണ് പൂർണ്ണമായി തള്ളിക്കളയാണ് BJP ജില്ലാ നേതാവ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ VA സൂരജ്. എന്തായാലും ഈ കേസിന് രാഷ്ട്രീയപരമായ ഒരു മാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായി പോലീസിന്റെ നിലപാടാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളത്. ഈ കേസിൽ സംഘർഷത്തിൽ ആൾ മരിച്ചു എന്നുള്ള രീതിയിലാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് FIR എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൊലപാതകം എന്ന തരത്തിലേക്ക് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. കാരണം പോലീസിന്റെ FIR നടത്തുന്നത് സംഘർഷം നടന്നു രാത്രിയിൽ അനന്തു ഈ വാക്കേറ്റം ഉണ്ടാകുന്നു. അത് അനന്തുവിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജിതിൻ അവിടെ എത്തുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ കത്തിക്കുത്തിൽ ജിതിൻ മരിക്കുന്നു എന്ന രീതിയിലാണ് പോലീസിന്റെ FIR ഉള്ളത്. പക്ഷേ ഈ CPM ഉന്നയിക്കുന്നത് കൃത്യമായ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജിതിൻ കൊലക്കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നുണ്ടെങ്കിലും അത് വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും പക്ഷെ BJP പ്രവർത്തകർക്കെതിരെയാണ് CPM
ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM പറയുന്നു. എന്നാൽ പോലീസ് ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷെ എന്തായാലും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? ജിതിനെ ലക്ഷ്യമിട്ടാണോ അതോ ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ ലക്ഷ്യമിട്ടാണോ പ്രതികൾ എത്തിയത് എന്ന കാര്യം കൂടി പോലീസ് കണ്ടെത്തണം.